എല്ലാവർക്കും SS മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കുന്നത് നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് sin x അല്ലെങ്കിൽ cos x അല്ലെങ്കിൽ tan x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് sin x അല്ലെങ്കിൽ cos x അല്ലെങ്കിൽ tan x. നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് sin x-ൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ d/dx ഓഫ് sin x എന്താണ്? cos x ആണ്. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് sin x ആൻസർ കിട്ടേണ്ടത് എന്താണ്? cos x ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് മാർക്ക് 4 മാർക്കാണ്. ആ 4 മാർക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് f' ഓഫ് x ഈക്വൽ ടു f' of x equal to limit h tends to 0 f of x plus f of x plus h minus f of x divided by h. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട റിസൾട്ട് ആണ്. f' of x equal to limit h tends to 0 f of x plus h minus f of x divided by h. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ f of x എന്താണ്? f of x ഈക്വൽ ടു sin x ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. f of x ഈക്വൽ ടു sin x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f of x plus h എന്താണ്? f of x plus h ഈക്വൽ ടു sin of x plus h ആണ്. sin of x plus h. അപ്പൊ നമ്മുടെ f' of x ന്റെ ഇക്വേഷൻ എന്താണ്? f' of x ഈക്വൽ ടു limit h tends to 0 f of x plus h minus f of x all divided by h. ഇവിടെ ഈ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of x plus h എന്താണ് ഇവിടെ ഉള്ളത്? ഇവിടെ f of x plus h sin of x plus h ആണ്. sin of x plus h മൈനസ് f of x എന്താണ്? sin x. ഓക്കെ, f of x sin x all divided by h. നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ച റിസൾട്ട് ആയിരുന്നു. sin x മൈനസ് sin y ഈക്വൽ ടു 2 cos x plus y by 2 into sin of x minus y by 2. ഓക്കെ, sin x minus sin y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 cos x plus y by 2 into sin x minus y by 2. ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് h tends to 0 2 cos of x plus h plus x by 2 sin of x plus h minus x divided by 2 all divided by h എന്ന് കിട്ടും. ഓക്കെ, then equal to limit h tends to 0 2 cos x ഉം x ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x അപ്പോൾ 2x plus h divided by 2 sin x minus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം x minus x എന്താണ്? 0 ആണ്. ബാക്കി h by 2 all divided by h. ഓക്കെ, ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ചെറിയൊരു മാറ്റം വരുത്തുന്നു. ലിമിറ്റ് h tends to 0 cos of 2x plus h by 2 into limit h tends to 0 sin h by 2 divided by h by 2. ഈ 2നെ ഞാൻ ഇവിടത്തേക്ക് എടുക്കുകയാണ്. h by 2 എന്നായി. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റിൽ ഇക്വേഷൻ ആണ്. ലിമിറ്റ് x tends to 0 sin x divided by x equal to 1 ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് h tends to 0 sin h by 2 by h by 2 1 ആയിരിക്കും. കാരണം h tends to 0 അങ്ങനെയാണെങ്കിൽ h by 2 tends to 0 ആണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്തായി മാറി? ഇതിന്റെ റിസൾട്ട് 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ cos of 2x plus 0 by 2 into 1 equal to cos x. 2x by 2 equal to 1. അതായത്
കോസ് എക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. അതായത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്ത റിസൾട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കോസ് എക്സ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ എഴുതിയ അതേ മെത്തേഡ് തന്നെ. എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് കോസ് എക്സ്, ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്? കോസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട റിസൾട്ട് കോസ് എക്സ് മൈനസ് കോസ് വൈ ഈക്വൽ ടു -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ട റിസൾട്ട്. കോസ് എക്സ് മൈനസ് കോസ് വൈ ഈക്വൽ ടു -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 into sin x minus y by 2. അപ്പോൾ cos x equal to limit h tends to 0 -2 sin x plus x divided by 2 into sin x plus h minus x divided by 2 all divided by h. Okay, all divided by h എന്ന് ചെയ്യുന്നത് equal to limit h tends to 0 -2 sin x 2x plus h all divided by 2 into sin of x 0 ആയി ബാക്കി h by 2 all divided by h. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ രണ്ട് ടേം ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ലിമിറ്റ് h tends to 0 minus sin of 2x plus h all 2x plus h divided by 2 into limit h tends to 0 sin h by 2 divided by h by 2. ഈ 2നെ ഞാൻ ഇവിടേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് 2x plus 0 divided by 2 into ഇതിന്റെ ആൻസർ എന്താണ്? h 0ലേക്ക് പോകുമ്പോൾ h by 2 എന്താണ്? 0ലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് നമ്മൾ പഠിച്ച റിസൾട്ട് ആണ്. ലിമിറ്റ് x tends to 0 sin x divided by x equal to 1. ഓക്കെ, അപ്പോൾ ഇത് 1 ആണ്. ഓക്കെ, മൈനസ് സൈൻ 2x 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x by 2 എന്ന് പറഞ്ഞാൽ x മൈനസ് സൈൻ എക്സ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഉറപ്പാണ് എക്സാമിന് എപ്പോഴും +1 എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്തൊരു ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾക്ക് അറിയാം? അടുത്ത ക്വസ്റ്റ്യൻ ടാൻ എക്സ് ആണ്. നമുക്കിനി ടാൻ എക്സ് കൂടി ചെയ്ത് നോക്കാം. ടാൻ എക്സ് എഫ് ഓഫ് എക്സ് എന്താണ്? ടാൻ എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണ്? ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് h tends to 0 f of x plus h എന്ന് പറഞ്ഞാൽ tan of x plus h minus tan x all divided by h equal to limit h tends to 0. നേരത്തെ സൈൻ എക്സിൽ നമ്മൾ യൂസ് ചെയ്തത് എന്തായിരുന്നു ചെയ്തത്? സൈൻ എക്സ് മൈനസ് സൈൻ വൈയുടെ റിസൾട്ട് ആയിരുന്നു. കോസ് എക്സിന്റെ കണ്ടുപിടിക്കുമ്പോൾ കോസ് എക്സ് മൈനസ് കോസ് വൈയുടെ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ടാൻ എക്സിന്റെ ആണ്. ടാൻ എക്സ് മൈനസ് ടാൻ വൈ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ടാൻ എക്സ് മൈനസ് ടാൻ വൈ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ടാൻ എക്സ് ഇല്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ചിന് സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച്
ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്, സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് cos x plus h into sin x all divided by cos of x plus h into cos x. ഇനി ഈ ഓൾ ഡിവൈഡഡ് ബൈ എച്ചിന് ഞാൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടി? 1/h എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഈക്വൽ ടു ഇനി എന്താണ് ചെയ്യേണ്ടത്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 നിങ്ങൾക്കറിയാമല്ലോ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്താണ്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ മൈനസ് ബി ആണല്ലോ. സൈൻ എ മൈനസ് ബിയുടെ ഇക്വേഷൻ സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. ഓക്കെ, സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. ഈക്വൽ ടു ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് എച്ച് മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു cos x into h. Okay, limit h tends to 0, x cancel ആയി sin h divided by h into limit h tends to 0 1 by cos of x plus h into cos x. ഓക്കെ, ഇത് രണ്ട് ടേം ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്കറിയാം. ഇതിന്റെ റിസൾട്ട് എന്താണ്? 1 ആണ് ഇൻറ്റു 1 by cos of x plus 0, h കാണുന്നിടത്ത് 0 into cos x, cos of x plus 0 into cos x. ഓക്കെ, ഈക്വൽ ടു 1 by cos x into cos x, 1 by cos square x. അതായത് f dash of x ഈക്വൽ ടു എന്താണ്? sec square x. ഓക്കെ, 1 by cos square x ഈക്വൽ ടു sec square x. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sec square x ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ 3 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമുക്ക് ആൻസർ കിട്ടുന്നത് കോസ് എക്സ് ആണ്. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ് കിട്ടിയത്. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സീക് സ്ക്വയർ എക്സ് ആണ് കിട്ടിയത്. ഓക്കെ, ഇത് 4 മാർക്കിന് എക്സാമിന് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലാത്ത ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലാത്ത രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഇതെല്ലാവരും ഇന്ന് തന്നെ ഇതൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.